ആറ്റിങ്ങലിലും കോഴിക്കോടും എൻഡിഎയുടെ റോഡ് ഷോ നടക്കുകയാണ്. രണ്ടിടത്തും രണ്ട് ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ടുള്ള റോഡ് ഷോയാണ് ഇന്നിപ്പോൾ എൻഡിഎയും ബിജെപിയും നടത്തുന്നത്. കോഴിക്കോടേക്ക് പോവുകയാണ്. കോഴിക്കോട് നോർത്തിൽ ഇപ്പോൾ നവ്യ ഹരിദാസിന്റെ റോഡ് ഷോയിൽ കുശ്ബു പങ്കെടുക്കുകയാണ്. അനഘ ഹർഷൻ അവിടെ നിന്നും ചേരുന്നു. അനഘ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത്, സൗത്ത് എന്നീ രണ്ട് മണ്ഡലങ്ങൾ, ഒരു സ്ഥലത്ത് റനീഷ് സൗത്തിൽ മത്സരിക്കുന്നു, നോർത്തിൽ നവ്യ ഹരിദാസ് മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് മണ്ഡലങ്ങളും ഇതിനകം തന്നെ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നോർത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2021 വലിയ തോതിൽ ബിജെപിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ നവ്യയിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ കുശ്ബുവിനെ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ പ്രചരണം നടത്തുകയാണല്ലേ എൻഡിഎയും ബിജെപിയും? കഴിഞ്ഞ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റ് വരെ പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു എൻഡിഎ മികച്ച മുന്നേറ്റം കാണിച്ചത്. അങ്ങനെ ചാലപ്പുറ അടക്കമുള്ള 48 വർഷത്തോളം സിപിഎം മാത്രം ഭരിച്ചിരുന്ന സീറ്റ് പിടിച്ചെടുത്താണ് സൗത്ത് മണ്ഡലത്തിലെ എൻഡിഎയുടെ സ്ഥാനാർത്ഥി റനീഷ്. അതുപോലെ തന്നെ വലിയ മാറ്റം ഈ കോഴിക്കോട് വലിയ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ഒരാൾ കൂടിയാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസിന്റെ റോഡ് ഷോ ആണ് ഇപ്പോൾ ഈ നഗരമധ്യത്തിലൂടെ പുരോഗമിക്കുന്നത്. വലിയ ജനങ്ങളുടെ ഒരു പിന്തുണ നവ്യ ഹരിദാസിന് ആദ്യഘട്ടം മുതൽ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളിലും ഇടപെടാൻ നവ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കോഴിക്കോട്ടെ പല സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി നവ്യ ഹരിദാസ് ഈ കോഴിക്കോട്ടെ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഉണ്ട്. അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എൻഡിഎ ക്യാമ്പ് വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 30,000-ന് മുകളിൽ വോട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നോർത്ത് മണ്ഡലത്തിൽ നവ്യ ഹരിദാസിന് അന്ന് ലഭിച്ചിരുന്നു, മുൻപ് എൻഡിഎ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വോട്ട് ഇത്തവണ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ നോർത്ത് മണ്ഡലം പിടിച്ചെടുക്കാൻ അനായാസം ബിജെപിയെ സംബന്ധിച്ച്, എൻഡിഎയെ സംബന്ധിച്ച് അനായാസം കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കൗൺസിലർ എന്ന നിലയിൽ ഈ നവ്യ ഹരിദാസ് കാഴ്ചവെച്ച പ്രകടനം, ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, അതും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ എൻഡിഎ ക്യാമ്പിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. ആറ്റിങ്ങലിലേക്ക് വീണ്ടും തിരിച്ചെത്താം. ആറ്റിങ്ങലിൽ ആവേശമായി ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എത്തുകയാണ്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് അഡ്വക്കേറ്റ് പി സുധീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനായി ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആറ്റിങ്ങലിൽ എത്തിയിരിക്കുന്നു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെയുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷനുമായ പി സുധീർ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ ആറ്റിങ്ങലിലെ മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ റോഡ് ഷോ ആരംഭിക്കും. ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കേരള സന്ദർശനമാണിത്. നേരത്തെ ഫെബ്രുവരി മാസത്തിലെ ആദ്യ ആഴ്ചയിൽ 2 ദിവസത്തെ കേരള പര്യടനത്തിനായി അദ്ദേഹം തലസ്ഥാനത്ത് എത്തിയിരുന്നു. അന്ന് അദ്ദേഹം കൊച്ചിയിലും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലുമാണ് 2 പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്തത്. ഒന്ന്, ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടി അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് തൃശ്ശൂരിലേക്ക് പോയ നിതിൻ നബീൻ അവിടെ ഈ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. തൃശ്ശൂരിൽ നിതിൻ നബീൻ ചുവരെഴുതിക്കൊണ്ടാണ് ബിജെപി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിലേക്ക് കടന്നത്. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ 12ാമത്തെ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ഇതാ 2ാം തവണയാണ് നിതിൻ നബീൻ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നത്. ഇന്ന് അദ്ദേഹം വരുമ്പോൾ 2 ദിവസത്തെ പര്യടനമാണ്. അതിലാദ്യത്തേതാണ് പ്രേക്ഷകർ കാണുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്ന റോഡ് ഷോയാണ്. അതിനുശേഷം 2:30 തിരുവനന്തപുരത്ത് ബിജെപിയുടെ പ്രകടന പത്രിക അദ്ദേഹം പ്രകാശനം ചെയ്യും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറാത്തത് മാറും, അതല്ലെങ്കിൽ വികസിത കേരളം എന്ന ഈ വളരെ സുപ്രധാനമായ 2 മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറും ടീമും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ വികസിത കേരളം എങ്ങനെയാണ് സാധ്യമാകുക എന്നതിൻ്റെ ബ്ലൂ പ്രിന്റ് ആകും
BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രകാശനം ചെയ്യുന്ന പ്രകടന പത്രിക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ കേരള രാഷ്ട്രീയം ഇന്നത്തെ ദിവസം ഉറ്റുനോക്കുന്നത് NDAയുടെ പ്രകടന പത്രികയിലേക്ക് തന്നെയാണ്. അതിന് മുന്നോടിയായി ഇപ്പോൾ ഇതാ നിതിൻ നബീന്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. അഡ്വക്കേറ്റ് പി സുധീർ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്, സംസ്ഥാന ഉപാധ്യക്ഷനാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടയെന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന ആറ്റിങ്ങലിൽ ഇടത് കോട്ടകളിലും UDF കേന്ദ്രങ്ങളിലും വിള്ളൽ വീഴ്ത്തിയ അഡ്വക്കേറ്റ് പി സുധീർ 38,000-ഓളം വോട്ടുകൾ പിടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ആറ്റിങ്ങലിന്റെ മണ്ണിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. മുൻപ് അദ്ദേഹം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അവിടെ 50,000-ന് മുകളിൽ വോട്ടുകൾ നേടിക്കൊണ്ട് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു. യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു, BJPയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ സംസ്ഥാന ഉപാധ്യക്ഷനുമാണ്. അങ്ങനെ സംഘടനാ തലത്തിൽ വിവിധ ചുമതലകൾ പ്രവർത്തിച്ച് സംഘടനാതലത്തിലും ഒപ്പം ജനകീയ പ്രവർത്തനങ്ങളിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള യുവ നേതാവിനെയാണ് ആറ്റിങ്ങലിന്റെ മണ്ണിൽ BJP പരീക്ഷിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ നിതിൻ നബീൻ പങ്കെടുക്കുകയാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ MT രമേശിനെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ദേശീയ അധ്യക്ഷന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുമ്പോൾ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ ആവേശമായ കേരളത്തിൽ എത്തിയിരിക്കുന്നു. ആറ്റിങ്ങലിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായാണ് BJP ദേശീയ അധ്യക്ഷൻ എത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമുക്കറിയാം, ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലും പാലക്കാട്ടും NDAയുടെ റോഡ് ഷോയിലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും പങ്കെടുത്തിരുന്നു. ഇന്നിപ്പോൾ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തലസ്ഥാനത്തും അതോടൊപ്പം തന്നെ നാളെ കണ്ണൂരിലും അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. കോഴിക്കോട് ഇപ്പോൾ BJP തമിഴ്നാട് ഘടകത്തിന്റെ ഉപാധ്യക്ഷയും ചലച്ചിത്ര താരവുമായ കുശ്ബു സുന്ദർ നവ്യ ഹരിദാസിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ കുശ്ബു ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് BJP സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ കേരളത്തിലെമ്പാടും ദേശീയ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള വലിയ പ്രചരണ പരിപാടികൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രധാന ശക്തിയായി കേരളത്തിൽ മാറാൻ ലക്ഷ്യമിടുന്ന BJP അവരുടെ കാൻഡിഡേറ്റുകൾ കൃത്യമായി പത്രിക സമർപ്പിക്കുന്ന വേളയിലും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ രംഗത്തിറക്കിയിരുന്നു. ഇനിയിപ്പോൾ കേവലം ഒരാഴ്ച മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കുന്നത്. ഏപ്രിൽ മാസം 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പരസ്യപ്രചരണം അവസാനിക്കും. അപ്പോൾ ഇനിയുള്ള രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇനിയുള്ള മണിക്കൂറുകൾ, ദിവസങ്ങൾ വലിയ തോതിലുള്ള പ്രചരണം ജനങ്ങൾക്കിടയിൽ നടത്തുക എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ഈ സാഹചര്യത്തിലാണ് ദേശീയ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രചരണം. പ്രധാനമന്ത്രി ഇനിയും ഏപ്രിൽ മാസം 4-ാം തീയതി വീണ്ടും കേരളത്തിലേക്ക് എത്താൻ പോകുന്നു. തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കോട്ടയത്തുമാണ് പ്രധാനമന്ത്രി 2 പരിപാടികളിൽ പങ്കെടുക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധികാരത്തിലിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും വരും ദിവസങ്ങളിൽ പ്രചരണത്തിനായി എത്തും. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷന്റെ വിവിധ പരിപാടികൾ കേരളത്തിൽ പുരോഗമിക്കുന്നത്. ആറ്റിങ്ങലിലെ റോഡ് ഷോ വലിയ ആവേശമായി അവിടെ ദേശീയ അധ്യക്ഷൻ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പുഷ്പങ്ങൾ എറിഞ്ഞുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് BJPയുടെ ദേശീയ അധ്യക്ഷന്റെ റോഡ് ഷോ ഇതാ ആറ്റിങ്ങലിൽ ആരംഭിച്ചിരിക്കുന്നു. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തെ പറ്റി നമുക്കറിയാം. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38,000-ഓളം വോട്ടുകൾ നേടിക്കൊണ്ട് BJPയും NDAയും 2-ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. മാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്ത് എത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1 ആറ്റിങ്ങലാണ്. അതിനാൽ തന്നെ BJP A+ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയും ഈ തവണ വിജയം ഉറപ്പാണെന്ന്, സുനിശ്ചിതമാണെന്ന് NDAയും BJPയും വിലയിരുത്തുകയും ചെയ്യുന്ന പ്രദേശമാണ് ആറ്റിങ്ങൽ. അവിടെയാണിപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷന്റെ ആദ്യത്തെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്.